ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പുതിയൊരു പണി ചെയ്യാൻ പോവാണ്. പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് കേട്ടോ ഗൈസ്. ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഇത് നമ്മുടെ ഫോർച്യൂണർ ലെജൻഡറാണ് കേട്ടോ ഗൈസ്. നേരത്തെ എൻ്റെ കയ്യിലൊരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റു. അത് ഓടിച്ചോടിച്ച് മടുത്തു ഗൈസ്. അതുകൊണ്ട് ആ ഫോർച്യൂണർ മാറ്റിയിട്ട് ഞാൻ ലെജൻഡർ എടുത്തു. ഈ വണ്ടി ഫോർച്യൂണർ പോലെ തന്നെയാണ് അത്യാവശ്യം. ഗൈസ്, നമ്മളിവിടെ ഞാൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് പണിയാണെന്ന് പറയാട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ബസ് ഓടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ആണെങ്കിൽ 4 ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ബസ് നീലയാണ് കേട്ടോ ഗൈസ്. ബ്ലൂ കളർ ബസ്സാണ് നമ്മുടെ. നമുക്കിന്ന് ബസ്സൊക്കെ ഓടിച്ച് പൈസ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ വണ്ടി. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് പിന്നെ ഹെവി ലൈസൻസ് ഒന്നുമില്ല, അത് വേറെ കാര്യം. സാധാ കാറിൻ്റെ ലൈസൻസേ ഉള്ളൂ. നമുക്കേതായാലും അതൊന്നും സീനില്ല. ഇവിടെ പിന്നെ വീഡിയോ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ വണ്ടി അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല സ്പീഡുണ്ട്. അത്യാവശ്യം സ്പീഡിലൊക്കെ പോവും. നമുക്കിനി ആൾക്കാരെ കയറ്റാം. ഈ വണ്ടി തിരിക്കാൻ കുറച്ച് പാടാണ്. അത് പിന്നെ വലിയ വണ്ടിയല്ലേ, തിരിക്കാൻ കുറച്ച് സ്ഥലമൊക്കെ വേണം. അവിടെ ഒരു ചേച്ചി കൈ കാണിക്കണ്ടല്ലോ ഗൈസ്, നമുക്കിവിടെ നിർത്തി കൊടുക്കാം. ചേച്ചി കയറിക്കോ. ഗൈസ്, നമ്മുടെ ബസ്സിലൊരു കണ്ടക്ടറും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, ഈ ചേച്ചി കൊണ്ട് നമുക്ക് കയറ്റാം. ഈ ചേച്ചീനെ പിടിച്ചേനെ. ചേച്ചി കയറിക്കോ. ചേച്ചീനെ അങ്ങനെ കയറ്റി. നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ കൂടെ കയറ്റാം. അടുത്ത ചേച്ചി കയറിക്കോ. ചേച്ചി കൂടെ അങ്ങനെ കയറി. ഇനി നമുക്ക് അടുത്ത ആളെ കയറ്റാം. എല്ലാവരും ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ്. ഗൈസ്, ഇവിടെ എല്ലാവരും ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കേതായാലും വണ്ടി ഓടിക്കണ പണി മാത്രമേ ഉള്ളൂ. ടിക്കറ്റൊക്കെ കണ്ടക്ടർ എടുത്തോളും. നമുക്കിനി ആൾക്കാരെ കയറ്റാം. ഇവിടെ നമുക്ക് തിരിക്കാട്ടോ ഗൈസ്. ഇവിടെ ഒരു കാറുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ അകത്ത് കൊണ്ടേ കയറ്റിയേനെ. ഇവിടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി കയറണില്ല. ഇനി നമുക്ക് കൈ കാണിക്കണടുത്ത് നിർത്തി കൊടുക്കാം. ഈ സിറ്റിയിൽ പിന്നെ ബസ് സ്റ്റോപ്പൊന്നുമില്ല, അതുകൊണ്ട് ആൾക്കാർ കൈ കാണിക്കുമ്പോഴാണ് നമ്മൾ നിർത്തണേ. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി കയറിക്കോ. ഇതന്നെ ചേട്ടന്മാരൊന്നും കയറണില്ലേ. ചേട്ടന്മാരൊന്നും ഇല്ലാന്നാണ് തോന്നണേ. എല്ലാവരും വണ്ടി എടുത്ത് പണിക്ക് പോയി കാണും. ആ കാറുകാരനെ ചെറുതായിട്ട് തട്ടി. ആ സീനൊന്നുമില്ല. നമുക്കിങ്ങനെ ബസ് ഓടിച്ച ആൾക്കാരൊക്കെ കയറ്റിക്കൊണ്ട് പോവാം. ഇനി ആൾക്കാരെ സ്റ്റോപ്പിലും കൊണ്ട് ഇറക്കി കൊടുക്കണം. ഇവിടെ അങ്ങനെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. എത്തുമ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചോളും. നമുക്ക് വണ്ടി നിർത്തി കൊടുത്താൽ മതി. ഇവിടെ മണി അടിച്ചു, നമുക്ക് വണ്ടി നിർത്താം. ചേട്ടാ ചേച്ചി ഇറങ്ങിക്കോ. ചേട്ടോ ഇറങ്ങിക്കോ. ഓക്കെ ഗൈസ്, അവരെ നമ്മളങ്ങനെ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇവന്മാർക്കൊന്നും കണ്ടില്ലേ. അല്ല, ഞാനല്ലോ തെറ്റായിട്ട് ഓടിക്കണേ, പിന്നെ ഇവന്മാരെ കുറ്റം പറയട്ടെ കാര്യം. അത് സീനൊന്നുമില്ല ഗൈസ്. നമുക്കേതായാലും ഇടിച്ച് മറിച്ചിട്ടായാലും പോവാം. നമ്മുടെ ബസ്സിന് പിന്നെ ഒരു പോറൽ വരാൻ പറ്റില്ല. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കാറുകളൊക്കെ തെറിച്ചു പോവും. നമ്മുടെ വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും വരില്ല. അതാണ് നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത കേട്ടോ ഗൈസ്. ചേച്ചി കയറിക്കോ. ചേച്ചി കയറിക്കോ. ഗൈസ്, ആ ചേച്ചീനെ നമ്മൾ കയറ്റി. നമുക്ക് പോവാം. ഓക്കെ, നമുക്കിനി നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകട്ടെ ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഓട്ടം ഇത്രേ ഉള്ളൂ. നമുക്കിനി തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോവാം. ആ ചേച്ചീനെ നമ്മൾ വഴിയിൽ ഇറക്കി വിട്ടു. ആ ചേച്ചിക്ക് അവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ ഇറക്കി വിട്ടു.
ഓക്കെ, ഇവിടെ നമുക്ക് സിഗ്നലൊന്നുമില്ല, ഇവിടെ നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ കയറ്റാണ്. കയറ്റൊക്കെ വണ്ടി സുഖമായിട്ട് കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. വിചാരിക്കണ പോലെ സ്പീഡ് കുറയണമൊന്നുമില്ല. വണ്ടി ഏതായാലും സെറ്റപ്പാണ്. ഈ ചേച്ചിക്ക് എയർപോർട്ടിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ആ ചേച്ചീനെ കൂടെ നമ്മളങ്ങനെ ഇറക്കി. അപ്പം നമ്മുടെ വണ്ടി കാലിയായിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ടേക്കൊന്ന് പോയോക്കാം. ഇവിടെ ആരും കയറാനില്ല, അതുകൊണ്ട് നമുക്കിവിടെ കത്തിച്ചൊക്കെ വിടാം. ഈ ബസ്സിൻ്റെ ഉള്ളവശം സെറ്റപ്പാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ബസ്സാണ്. നമുക്കിനി നേരെ പോവാം. ഇവിടെ ഒരു ചേട്ടന് കയറാനുണ്ടെന്ന് തോന്നുന്നു. ആ ചേട്ടനെ നമ്മൾ കയറ്റി. നമുക്കിനി വണ്ടി ഓടിയിട്ട് തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോവാം. ആ ചേട്ടന് പോലീസ് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കേതായാലും അവിടെ ഇറക്കി കൊടുക്കാം. നമുക്കിനി വേഗം കത്തിച്ചങ്ങ് വിടാം. ഇവിടെ വലിയ വണ്ടികളൊന്നുമില്ല. ആകെ ഉള്ളത് ഒരു കോൺസെഗ് മാത്രമാണ്. പിന്നെ ഇവിടെ ഒരു ബുഗാട്ടിയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ചേട്ടനെ അവിടെ ഇറക്കി. അത് വല്ല പോലീസുകാരനാന്ന് തോന്നുന്നു. നമുക്കിനി വണ്ടി നേരെ സ്റ്റാൻഡിലേക്ക് കയറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തോട്ട് എത്രേ ഉള്ളൂ. ഈ വണ്ടി പാർക്ക് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. ബാക്കിയുള്ള ബസ്സൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ഓട്ടം പോയിന്ന് തോന്നുന്നു. നമ്മളാണപ്പോൾ ആദ്യം ഓട്ടം കഴിഞ്ഞിട്ട് വന്നത്. നമ്മളത്രയ്ക്ക് സ്പീഡിലല്ലേ പോയേ, അതായിരുന്നായിരിക്കും. അവരൊക്കെ പയ്യായിരിക്കും ഓടിക്കണേ. ഇവിടെ ആണെങ്കിൽ ഓറഞ്ചും റെഡും വെള്ളയൊക്കെ KSRTC ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി ഇതായതാണ് നമ്മളിതെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ലെജൻഡറി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. ഈ ബസ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. നമുക്കിനി വീട്ടിലേക്ക് പോവാം. ആദ്യമായിട്ട് അങ്ങനെ ബസ് ഓടിച്ചു. ബസ് ഓടിക്കണ അത്ര ചെറിയ പണിയൊന്നും അല്ല കേട്ടോ ഗൈസ്. ആ വണ്ടി സ്പീഡാവാൻ കുറച്ച് സമയം എടുക്കും. ഒരു സ്പീഡായി കഴിഞ്ഞാൽ സീനില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സ്റ്റോറി വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സമയത്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ ഒന്ന് കാണട്ടെ ഗൈസ്, സീനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. വീട്ടിൽ പോട്ടെ.